മലയാള സിനിമയുടെ ചരിത്രം എന്നത് വെറും സിനിമകളുടെ മാത്രം ചരിത്രമല്ല. അത് നമ്മുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയ ചില മനുഷ്യരുടെ കൂടി ചരിത്രമാണ്. കാലം അതിന്റെ പ്രയാണം തുടരുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പല മുഖങ്ങളും വെള്ളിത്തിരയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. ഓരോ വിയോഗവും മലയാളിയുടെ സ്വീകരണ മുറികളിലെ ഒരു വിളക്കണയുന്നത് പോലെയായിരുന്നു. 2025 ഈ വേളയിൽ നിൽക്കുമ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞ ആ ഇതിഹാസങ്ങളെ, അവർ ബാക്കി വെച്ച ആ വലിയ ശൂന്യതയെ നമുക്കൊന്ന് സ്മരിക്കാം. അഭിനയത്തെ ഒരു തപസ്യയായി കണ്ടവരായിരുന്നു അവർ. തിലകൻ എന്ന നടൻ ബാക്കി വെച്ച ഗൗരവവും പെർഫെക്ഷനും, നെടുമുടി വേണുവിന്റെ സംഭാഷണ ശൈലിയും പകരം വെക്കാനില്ലാത്തവയാണ്. അയൽപ്പക്കത്തെ കാരണവരെ പോലെ നമ്മോട് സംസാരിച്ച ഒടുവിൽ ഉണ്ണികൃഷ്ണനും, ഭാവങ്ങളുടെ വിസ്മയം തീർത്ത ഭരത് ഗോപിയും മുരളിയും ഇന്നും മലയാളിയുടെ സിനിമാ ബോധത്തിന്റെ നട്ടെല്ലാണ്. ഒപ്പം സുകുമാരി ചേച്ചിയുടെ ആ നിഷ്കളങ്കമായ ചിരിയും അമ്മ വേഷങ്ങളുമില്ലാത്ത ഒരു സിനിമയെ കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. മലയാളിയെ ചിരിക്കാൻ പഠിപ്പിച്ചവർ പോയപ്പോൾ നമ്മുടെ ചിരിക്കൽപ്പം മങ്ങലേറ്റു. കോഴിക്കോടൻ ശൈലിയുടെ തമ്പുരാനായ കുതിരവട്ടം പപ്പു, തൃശൂർ ഭാഷയുടെ കരുത്തിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച ഇന്നസെന്റ്, മലബാറിന്റെ തനതായ സ്ലാങ്ങുമായി വന്ന മാമുക്കോയ, വില്ലൻ വേഷങ്ങളിൽ നിന്ന് ഹാസ്യത്തിന്റെ കൊടുമുടിയിലെത്തിയ കൊച്ചിൻ ഹനീഫ. ഇവരുടെ എല്ലാം വിയോഗം മലയാള സിനിമയിലെ ഒരു വലിയ കാലഘട്ടത്തിന്റെ അവസാനമായിരുന്നു. 2005 നാം ഏറെ വേദനയോടെ കേട്ട വിയോഗമാണ് ശ്രീനിവാസിന്റേത്. വെറും ഒരു നടനായിരുന്നില്ല അദ്ദേഹം. മലയാളിയുടെ ജീവിതത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ തിരുത്തി എഴുതിയ വിപ്ലവകാരിയായിരുന്നു. ദാസനും വിജയനും ഇന്നും മലയാളിയുടെ ശ്വാസമാണ്. സത്യൻ അന്തിക്കാടിന്റെ സിനിമാ ലോകത്തെ ആ യഥാർത്ഥ മനുഷ്യരൂപങ്ങൾ ഒന്നൊന്നായി മായുമ്പോൾ അത് കേവലം വ്യക്തികളുടെ നഷ്ടമല്ല, മറിച്ചൊരു സംസ്കാരത്തിന്റെ തന്നെ വിടവാങ്ങലാണ്. കഥാപാത്രമായി ജീവിച്ച KPSC ലളിത, ഹാസ്യത്തിലൂടെയും കരുത്തുറ്റ വേഷങ്ങളിലൂടെയും നമ്മെ വിസ്മയിപ്പിച്ച കൽപ്പന, ഗൗരവമേറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്ത കവിയൂർ പൊന്നമ്മ, ഇവരെല്ലാം ഓരോ മലയാളിക്കും സ്വന്തം അമ്മയോ പെങ്ങളോ ഒക്കെ ആയിരുന്നു. കൂടാതെ കലാഭവൻ മണി എന്ന ജനകീയ താരം ബാക്കി വെച്ച ആ നാടൻ പാട്ടുകളുടെയും ഊർജ്ജസ്വലതയുടെയും വിടവ് ഇന്നും അപൂർണമായി തുടരുന്നു. ഇവർ ആരും നമ്മെ വിട്ടുപോയിട്ടില്ല. ഓരോ വട്ടം നമ്മൾ പഴയ സിനിമകൾ കാണുമ്പോഴും അവരിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു. മരണം ഭൗതികമായൊരു വേർപാട് മാത്രമാണ്. എന്നാൽ ഒരു കലാകാരൻ തന്റെ കലയിലൂടെ അനശ്വരനായി തുടരുന്നു. ഈ മഹാരഥന്മാരുടെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കിയ വിയോഗം ആരുടേതായിരുന്നു? ഏത് കഥാപാത്രങ്ങളിലൂടെയാണ് നിങ്ങൾ അവരെ കൂടുതൽ ഓർക്കുന്നത്? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ആ കലാകാരന്മാർക്കുള്ള നമ്മുടെ ആദരവാകട്ടെ.